ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ക്രോഷേ ഡ്രീംസ്. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഈ ക്രോഷേ ബണ്ണിയാണ് ചെയ്യുന്നത്, അമിഗ്രുമി. സോ അതിനു വേണ്ടി ഞാൻ നേരത്തെ ഈ ചെയ്തേക്കുന്നതിൽ ബ്ലഷ് വെച്ചിട്ടാണ് അതിൻ്റെ മൂക്ക് കൊടുത്തത്, ഈ പിക്ചറിൽ കാണുന്ന പോലെ. പക്ഷെങ്കിൽ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ പടരാൻ തുടങ്ങി. സോ ഞാനതൊന്ന് റബ്ബ് ചെയ്തിട്ട് ഈ സേഫ്റ്റി ഐസ് വെച്ച് തന്നെ കൊടുത്തു. പക്ഷെങ്കിൽ അതിൻ്റെ പ്രശ്നം എനിക്ക് തോന്നിയത് അത് ആ ക്രോഷേ ബണ്ണിയുടെ ആ ഫേസ് അതിൽ നിന്ന് മാറിപ്പോയ പോലെ എനിക്ക് തോന്നി, വേറൊരു ഫേസ് പോലെ തോന്നി. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ പിങ്ക് ആണുണ്ടെങ്കിൽ അത് വെച്ച് തന്നെ മൂക്ക് സ്റ്റിച്ച് ചെയ്യാൻ ശ്രമിക്കുക. എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് ഞാൻ ഈ തവണ കാണിക്കുമ്പോൾ റെഡ് യാൺ വെച്ചിട്ടാണ്, നിങ്ങൾ ഈ കാണുന്ന പോലെ റെഡ് യാൺ വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. അറ്റ് ദ എൻഡ് ഞാനതെല്ലാം കാണിച്ചിട്ടുണ്ട് എങ്ങനെ തയ്ക്കുന്നതെന്ന്. സോ നിങ്ങൾ മാക്സിമം പിങ്ക് യാൺ വെച്ച് തന്നെ യൂസ് ചെയ്യുക. സോ ഇതിൽ ഞാൻ വീഡിയോയിൽ പാർട്സ് ആയിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഓരോ വീഡിയോ ആയിട്ടായിരിക്കും കാണിക്കുന്നത്. ഇതിൽ ഞാൻ ഹെഡ് മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പം ഓരോ വീഡിയോയിലും ആദ്യത്തെ വീഡിയോ ഹെഡായിരിക്കും കാണിക്കുന്നത്, സെക്കൻഡ് വീഡിയോ അതിൻ്റെ ബോഡി, പിന്നെ ലെഗ്സ്, പിന്നെ ആംസ്, പിന്നെ ക്രോഷയുടെ ബണ്ണിയുടെ ഇയേഴ്സ് ആണല്ലോ ഇതിൻ്റെ ഹൈലൈറ്റ്. ഇതിനു വേണ്ടി ഞാൻ ഈ യൂസ് ചെയ്യുന്ന ഈ പ്ലഷ് യാണാണ്. അതിന് ചേരുന്നത് എൻ്റെ കയ്യിലുള്ള ഏറ്റവും 7mm ക്രോഷേ ഹുക്കാണ് യൂസ് ചെയ്തേക്കുന്നത്. ആൻഡ് സ്റ്റിച്ച് മാർക്കറും വേണ്ടിയതാണ്, കാരണം നമുക്ക് എല്ലാത്തിൻ്റെ ആദ്യത്തെ സ്റ്റിച്ചിൽ മാർക്ക് ചെയ്യണം, കൺഫ്യൂസ്ഡ് ആകാതിരിക്കാൻ വേണ്ടി. സോ സിംഗിൾ ക്രോഷേ വെച്ച് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അമിഗ്രുമീസിലെല്ലാം സിംഗിൾ ക്രോഷേ ആണ് ചെയ്യുന്നത്. പിന്നെ ഇതിൽ നിങ്ങൾക്ക് ഏത് യാൺ കളർ വേണമെങ്കിലും യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഈ ബോയുടെ അവിടെ കൊടുക്കാൻ, നിങ്ങൾക്ക് ഏതാണ് കളർ മാച്ച് ആകുന്ന അങ്ങനെ കൊടുക്കാവുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ബോ വേണ്ട ഹാറ്റാണ് വേണ്ടിയെങ്കിൽ ഹാറ്റ് കൊടുക്കാം. ഹാറ്റ് കൊടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇയേഴ്സ് കൊടുക്കേണ്ടി വരില്ല, കാരണം അത് ഫിറ്റ് ആകില്ല. അങ്ങനെ നമുക്കപ്പം ഓരോ പാർട്സായിട്ട് കാണാം. ലെറ്റ്സ് ബിഗിൻ. ആദ്യം സ്ലിപ്പ് നോട്ടാണ് ചെയ്യേണ്ടത്. ഒത്തിരി ടൈറ്റ് ചെയ്യാതെ നോക്കുക, അല്ലെങ്കിൽ പാടായിരിക്കും. ഇത്രയും ഒരു ചങ്കിയാണല്ലേ, അപ്പം നമുക്ക് വലിച്ചെടുക്കാനൊക്കെ പാടായിരിക്കും. ഒത്തിരി ടൈറ്റ് ചെയ്യല്ല. എന്നിട്ട് ആദ്യം നമുക്കൊരു റിങ്ങിൽ മാജിക് സർക്കിൾ ചെയ്യുന്നില്ല, അതിന് വേണ്ടി നമ്മളൊരു ഫേക്ക് സർക്കിളാണ് ചെയ്യുന്നത്. അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി 3 ചെയിൻ ചെയ്യുക. ഇപ്പം ചെയിൻ 1 ചെയ്തു, ചെയിൻ 2 ആൻഡ് 3. എന്നിട്ട് ആ സർക്കിൾ ഫോം ചെയ്യാൻ വേണ്ടി ആദ്യത്തെ ചെയിനിലോട്ട് നമ്മുടെ ക്രോഷേ ഹുക്ക് കയറ്റിയിട്ട് അതിനെ വലിച്ചെടുക്കുക, 2 യാണിക്കൂടെ, 2 ലൂപ്പിൽ കൂടെ. ഓക്കെ, ഇപ്പം നമുക്ക് അവിടെ ഒരു സർക്കിൾ ഫോമായി. ഇനി അതിലാണ് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. അത് തുടങ്ങുമ്പോൾ നമുക്ക് ആദ്യം റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ചെയിൻ 1 ചെയ്യുക. എന്നിട്ട് ആ സെൻറ്റർ പോർഷനിലോട്ട് നമ്മൾ 6 സിംഗിൾ ക്രോഷയാണ് ചെയ്യുന്നത്. നിങ്ങളപ്പം ആദ്യത്തെ സിംഗിൾ ക്രോഷേ ചെയ്ത് കഴിയുമ്പോൾ സ്റ്റിച്ച് മാർക്കർ വെച്ച് ഇതിൽ കാണുന്ന പോലെ തന്നെ മാർക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ നമുക്ക് തെറ്റിപ്പോകും. കാരണം ഒന്നാമത് ഈ വൈറ്റ് കളറാണ്, പിന്നെ ചങ്കിയാണുമാണ്, അപ്പം കൺഫ്യൂഷൻ വരും, നമുക്ക് എവിടെ തുടങ്ങിയെന്നൊക്കെ പാടാണ്. അപ്പം സ്റ്റിച്ച് മാർക്കർ മെയിനായിട്ടും യൂസ് ചെയ്യുക. എന്നിട്ട് ആ സെയിം സർക്കിളിൽ തന്നെ അതിൻ്റെ മിഡിലിൽ സെൻറ്ററിൽ നമ്മൾ 6 സിംഗിൾ ക്രോഷേ ചെയ്യുക. അതാണ് റൗണ്ട് 1. ഓക്കെ, റൗണ്ട് 1 നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി റൗണ്ട് 2 ചെയ്യാൻ വേണ്ടി നമ്മൾ സ്റ്റിച്ച് മാർക്കറിലോട്ട് ആദ്യത്തെ സ്റ്റിച്ചായിട്ട് നമ്മൾ സിംഗിൾ ക്രോഷേ അതിൽ കൂടാണ് ചെയ്യുന്നത്. റൗണ്ട് 2-ൽ നമ്മൾ 2 സിംഗിൾ ക്രോഷേ വെച്ചാണ് എല്ലാ ലൂപ്പിൽ കൂടെയും ചെയ്യുന്നത്. അപ്പോൾ അറ്റ് ദ എൻഡ് നമുക്ക് 12 സിംഗിൾ ക്രോഷേ കിട്ടും. ഇപ്പം റൗണ്ട് 1-ൽ 6 സിംഗിൾ ക്രോഷേ കിട്ടി. ഇനി റൗണ്ട് 2-ൽ 2 വെച്ച് ചെയ്യുന്നതുകൊണ്ട്
നമുക്ക് അറ്റ് ദ എൻഡ് 12 സിംഗിൾ ക്രോഷയാണ് കിട്ടുന്നത്. എല്ലാത്തിലും 2 എണ്ണം വെച്ച് ചെയ്യാൻ നോക്കണം. നിങ്ങളിങ്ങനെ പിടിച്ച് നോക്കണം, അത് തന്നെയല്ലേ ലൂപ്പ് മിസ്സാകുന്നില്ലല്ലോ എന്ന്. ഓക്കെ, റൗണ്ട് 2 ഇവിടെ എൻഡ് ആകുവാണ്. ഇനിയും റൗണ്ട് 3ൽ നമുക്ക് ടോട്ടൽ 18 സ്റ്റിച്ച് കിട്ടും. അതായത് ഇപ്പം സ്റ്റിച്ച് മാർക്കറിലോട്ട് 1 സിംഗിൾ ക്രോഷേ നമ്മൾ ചെയ്യും. ആ ലൂപ്പിലോട്ട് ആദ്യം ഒരു സിംഗിൾ ക്രോഷേ, പിന്നെ അടുത്ത ലൂപ്പിൽ നമ്മൾ ഇൻക്രീസാണ് ചെയ്യുന്നത്. ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ ഒരു ലൂപ്പിൽ തന്നെ 2 സിംഗിൾ ക്രോഷേ ചെയ്യുക. അപ്പോൾ നമ്മൾ ആദ്യത്തെ ലൂപ്പിൽ ഒരു സിംഗിൾ ക്രോഷേ ചെയ്തു. ഇനിയും നെക്സ്റ്റ് ലൂപ്പിൽ നമ്മൾ 2 സിംഗിൾ ക്രോഷേ ചെയ്യും. അത് കഴിയുമ്പോൾ പിന്നെയും ഒരു സിംഗിൾ ക്രോഷേ, അത് കഴിയുമ്പോൾ പിന്നെയും റിപ്പീറ്റായിട്ട് 2 സിംഗിൾ ക്രോഷേ, അങ്ങനെ 1 2 1 2. അപ്പം നമുക്ക് ആ റൗണ്ടിൽ എൻഡിൽ 18 സിംഗിൾ ക്രോഷേ കിട്ടും. അതാണ് റൗണ്ട് 3. ഞാൻ ഇത് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, സ്പീഡിൽ ഓടിച്ചു വിടുവാണ്. കാരണം ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇത് സിമ്പിളാണ്, സിംഗിൾ ക്രോഷേ മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ തെറ്റിപ്പോവാതിരിക്കാൻ എല്ലാ ലൂപ്പിലും ഇങ്ങനെ പിടിച്ച് നോക്കുക, അത് കറക്റ്റ് ഹോളല്ലേന്ന് മിസ്സായി പോകാതെ നിങ്ങൾ നോക്കുക. കൗണ്ട് ചെയ്ത് തന്നെ നിങ്ങൾ ചെയ്യണം, ഇല്ലെങ്കിൽ അറ്റ് ദ എൻഡ് തെറ്റിപ്പോകും. നമ്മുടെ കാൽക്കുലേഷൻ എല്ലാം തെറ്റിപ്പോകും. റൗണ്ട് 3 കംപ്ലീറ്റ് ആയി. ഇനി റൗണ്ട് 4 നമ്മൾ ചെയ്യാൻ വേണ്ടി ആ സ്റ്റിച്ച് മാർക്കർ ഉള്ളതിലോട്ട് ലൂപ്പിലോട്ട് നമ്മുടെ ഹുക്കിനെ കയറ്റിയിട്ട് ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുക. ഈ റൗണ്ടിൽ നമ്മൾ എല്ലാ ലൂപ്പിൽ കൂടെയും ഒരു സിംഗിൾ ക്രോഷേ മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അറ്റ് ദ എൻഡ് 18 സിംഗിൾ ക്രോഷേ തന്നെ കിട്ടും, കാരണം ഒരെണ്ണമല്ലേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഈ റൗണ്ട് 4 5 6 7 അതായത് 4 പ്രാവശ്യം, അത് 4 റൗണ്ടും ഒരു സിംഗിൾ ക്രോഷേ വെച്ച് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ 4 റൗണ്ടിൽ നമുക്ക് 18 സിംഗിൾ ക്രോഷേ വെച്ച് ഓരോ റോയിലും കിട്ടണം. കൗണ്ട് ചെയ്ത് തന്നെ ചെയ്യുക, ഇല്ലെങ്കിൽ തെറ്റാകും. പിന്നെ സ്റ്റിച്ച് മാർക്കർ ആദ്യത്തെ സ്റ്റിച്ചിൽ മാർക്ക് ചെയ്യാനും മറക്കരുത്. ഓരോ സിംഗിൾ ക്രോഷേ വെച്ച് ഓരോ ലൂപ്പിലും ചെയ്യുക. ഈ 4 റൗണ്ടിലും സെയിം സ്റ്റെപ്പ് തന്നെ ചെയ്യുന്നുണ്ട്. ഞാൻ ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് അറ്റ് ദ എൻഡ് ഓഫ് റൗണ്ട് 7 ആണ് കാണിക്കാൻ പോകുന്നത്. കാരണം നമ്മൾ സെയിം ആണ് ചെയ്യുന്നത്. വീഡിയോ ലോങ് ആകുമെന്നല്ലാതെ വേറൊന്നുമില്ല. സോ നിങ്ങൾക്കത് ഫോളോ ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ ഉറപ്പായിട്ടും കുറച്ചുകൂടെ ഡീറ്റെയിൽഡ്, പിന്നെ യാൺ മാറ്റി വേണമെങ്കിൽ അങ്ങനെയും ചെയ്ത് കാണിക്കാവുന്നതാണ്. ഐ എം ഹാപ്പി ടു ഹെൽപ്പ്. ഇതിപ്പോൾ ഞാൻ റൗണ്ട് 4ൻ്റെ എൻഡിലാണ്. ഇത് കംപ്ലീറ്റ് ആക്കുന്നതിൻ്റെ മുന്നേ ഞാനിതിനെ തിരിച്ചിടുവാണ്. കാരണം നമുക്ക് അതിൻ്റെ നല്ല സൈഡ് ഇതാണ്. അത് വ്യത്യാസം മനസ്സിലാക്കാൻ നമ്മുടെ ആ നടുക്കത്തെ ആദ്യം തുടങ്ങിയ യാണുണ്ടല്ലോ, ദേ ഈ കാണുന്നത്, അതെവിടാണോ അതാണ് അകത്ത് പോകേണ്ടത്. അതേ പിടിച്ച് വലിച്ച് അത് ടൈറ്റ് ആകും. അപ്പോൾ അവിടെ ടൈറ്റായിട്ട് ക്ലോസ് ആകും. ഓപ്പൺ ആയിട്ടിരിക്കാതെ ക്ലോസ് ആയിട്ട് തന്നെ ഇരിക്കും. അത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. ഒത്തിരി വലിക്കരുത്, ചിലപ്പോൾ അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ അത് കണ്ടോ, ഫോം ചെയ്ത് വരുന്നുണ്ട്. ഇനി ഈ സെയിം സ്റ്റെപ്സ് വെച്ച് ബാക്കി 5 6 and 7 റൗണ്ട്സ് കംപ്ലീറ്റ് ചെയ്യുക. അപ്പം 5 തുടങ്ങുമ്പോൾ പിന്നെയും സിംഗിൾ ക്രോഷേ തന്നെയാണ് ആ സ്റ്റിച്ച് മാർക്കറുള്ള ലൂപ്പിലോട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് റൗണ്ട് 7ൻ്റെ എൻഡിൽ കാണാം.
ഞാനിപ്പോൾ ഇവിടെ റൗണ്ട് 4 to 7 കംപ്ലീറ്റ് ചെയ്തു. ഇനിയും റൗണ്ട് 8 നമ്മൾ ആദ്യം ആ സ്റ്റിച്ച് മാർക്കിൽ ഒരു മാർക്കറുള്ള ലൂപ്പിൽ ഒരു സിംഗിൾ ക്രോഷേ ചെയ്യും. പിന്നെ ഒരു ഡീക്രീസാണ് ചെയ്യുന്നത്. ഡീക്രീസ് എന്ന് പറഞ്ഞാൽ 2 ലൂപ്പിൽ കൂടെ നമ്മളൊരു സിംഗിൾ ക്രോഷേ ചെയ്യും. അപ്പം ഡീക്രീസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അടുത്ത 2 ലൂപ്പിൻ്റെ ആദ്യത്തെ ഫ്രണ്ട് ലൂപ്പിൽ കൂടെ മാത്രം ചെയ്യും. അപ്പം അതിന് 2 ഇതുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് മാത്രം ആദ്യത്തെ ലൂപ്പിൻ്റെ എടുക്കുക. പിന്നെ സെക്കൻഡ് ലൂപ്പിൻ്റെ ഫ്രണ്ടിലത്തെ ആ ഒറ്റ യാണിൽ കൂടെ മാത്രം കയറ്റുക. എന്നിട്ട് യാണിനെ വലിച്ച് ആദ്യത്തെ 2 ലൂപ്പിൽ കൂടെ വലിക്കുക. അത് ഒന്ന് സൂക്ഷിച്ച് വലിക്കുക. പിന്നെയും യാൺ ഓവർ ചെയ്ത് ഹുക്കിലുള്ള ബാക്കി 2 ലൂപ്പിൽ കൂടെ വലിച്ചെടുക്കുക. അതാണ് ഡീക്രീസ്. ഇനി അടുത്ത ലൂപ്പിൽ പിന്നെ ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുക. അത് കഴിഞ്ഞ് അടുത്ത 2 ലൂപ്പിലത്തെ ഫ്രണ്ട് ലൂപ്പിൽ കൂടെ ഡീക്രീസ് ചെയ്യുക. അങ്ങനെ ഇതിൻ്റെ എൻഡിൽ വരുമ്പോൾ നമുക്ക് ആ 18 സ്റ്റിച്ചിൽ നിന്ന് നേരെ 12 സ്റ്റിച്ചാകും. കാരണം നമ്മൾ ഓൾട്ടർനേറ്റീവായിട്ട് ഡീക്രീസ് ചെയ്യുന്നതുകൊണ്ട് അത് ഡീക്രീസ് ആയിട്ട് 12 സിംഗിൾ ക്രോഷേ നമുക്ക് 12 സ്റ്റിച്ചസേ നമുക്ക് കിട്ടത്തുള്ളൂ. റൗണ്ട് 8 കംപ്ലീറ്റ് ആയി. ഇനി റൗണ്ട് 9 നമ്മൾ ഡീക്രീസ് മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ ഡീക്രീസ് ചെയ്യാനായിട്ട് ആ സ്റ്റിച്ച് മാർക്കർ ഊരിയെടുത്തിട്ട് അതിൻ്റെ ഫ്രണ്ട് ലൂപ്പ് അതിൻ്റെ നെക്സ്റ്റ് സ്റ്റിച്ചിലെ ഫ്രണ്ട് ലൂപ്പിലോട്ടും നമ്മൾ ആദ്യത്തെ ഡീക്രീസ് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ ഫ്രണ്ട് ലൂപ്പിൽ കൂടെ കയറ്റി പിന്നെ അടുത്ത സ്റ്റിച്ചിൻ്റെയും ഫ്രണ്ട് ലൂപ്പിൽ കൂടെ കയറ്റി യാൺ ഓവർ ചെയ്ത് 2 കൂടെ വലിച്ചെടുക്കുക. പിന്നെയും യാൺ ഓവർ ചെയ്ത് ഹുക്കിലുള്ള 2 യാണിൽ കൂടെ വലിച്ചെടുത്തു. അപ്പം ആദ്യത്തെ സിംഗിൾ ക്രോഷേ റൗണ്ട് 9 നമ്മൾ ചെയ്തു. ഇനി അതുപോലെ തന്നെ സെയിമായിട്ട് അടുത്ത 2 സ്റ്റിച്ചിൻ്റെയും ഫ്രണ്ട് ലൂപ്പിൽ കൂടെ ഡീക്രീസ് ചെയ്യുക. അങ്ങനെ അപ്പോൾ ഇതിൻ്റെ എൻഡിൽ 6 സിംഗിൾ ക്രോഷേ ഉള്ളൂ. 6 സ്റ്റിച്ചസേ നമുക്ക് കിട്ടത്തുള്ളൂ. നമ്മൾ ഇതിൽ ഫുൾ ഡീക്രീസാണ് ഈ റൗണ്ടിൽ ചെയ്യുന്നത്. അങ്ങനെ ടോട്ടൽ 6 സിംഗിൾ ക്രോഷേ ആണ് കിട്ടുന്നത്. അങ്ങനെ ഫൈനൽ റൗണ്ട് 9 നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനിയും നമ്മൾ ആ സ്റ്റിച്ച് മാർക്കറുള്ള ലൂപ്പിലോട്ട് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുവാണ്. ഇനി നമുക്കത് ബാക്കി ലെങ്ത്ത് കുറച്ചിട്ടിട്ട് കട്ട് ചെയ്ത് കളയാം. ഞാനിവിടെ ഇത്രയും ലെങ്ത്ത് ഇട്ടിട്ടാണ് കട്ട് ചെയ്യുന്നത്. കാരണം നമുക്ക് അവസാനം ഇത് തയ്ക്കേണ്ടതാണ്. ഇനിയും നിങ്ങൾക്കത് ഹുക്ക് വെച്ച് തന്നെ വലിച്ചെടുക്കാം. ഇല്ലെങ്കിൽ ഇങ്ങനെ കൈവച്ച് യാണിനെ വലിക്കാനാണെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഏതാണോ ഈസി അത്. പിന്നെ ഇപ്പം നിങ്ങൾക്ക് തോന്നുമ്പോൾ ഇച്ചിരി ഓവൽ ഫേസ് ആയിട്ട് തോന്നും
ഡോണ്ട് വറി, ഫില്ലിങ് കൊടുത്ത് കഴിയുമ്പോൾ റൗണ്ട് ഫേസ് ആയിട്ട് തന്നെ കിട്ടും. ഇനിയാണ് നമ്മൾ സേഫ്റ്റി ഐസ് വെച്ച് കൊടുക്കാൻ പോകുന്നത്. ഐസും നോസും ഈ സ്റ്റേജിലാണ് ചെയ്യുന്നത്. ഫില്ലിങ് കൊടുക്കുന്നതിൻ്റെ മുന്നേ തന്നെ ചെയ്യണം. ഞാൻ ഇതിനകത്ത് ചെയ്തപ്പോൾ ഫില്ലിങ് കൊടുത്തു കഴിഞ്ഞാണ് നോസ് തയ്ച്ചത്. അത് കാരണം നമ്മുടെ ഫില്ലിങ് വെളിയിലോട്ട് ചാടിപ്പോരാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ കൊടുക്കുമ്പോൾ അത് ഈ ഐസ് വെച്ച് കഴിയുമ്പോൾ തന്നെ നോസും കൊടുക്കുക. സോ ഞാൻ ഈ റൗണ്ട് 5 അല്ലെങ്കിൽ റോ 5ൻ്റെയും 6ൻ്റെ ഇടയ്ക്കായിട്ടാണ് ഈ കണ്ണ് വെച്ച് കൊടുക്കുന്നത്. നിങ്ങളിങ്ങനെ ഓരോ വെച്ച് കൊടുക്കുക. അപ്പോൾ എവിടെയാണോ അതിന് കറക്റ്റ് ഫിറ്റായിട്ട് തോന്നുന്നത് അവിടെ വെക്കുക. പിന്നെ ഐസ് ഒത്തിരി ചെറുതായാൽ അതിൻ്റെ അകത്തൂടെ ഇറങ്ങിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കറക്റ്റ് ഐസിൻ്റെ സൈസ് ചൂസ് ചെയ്യുക. ഒത്തിരി വലുതായാൽ ക്രോഷേ ബണ്ണിയുടെ ആ ലുക്കും പോകും. സോ നിങ്ങൾ ഏതാണോ പെർഫെക്റ്റ് ആയിട്ട് തോന്നുന്നത് അത് ചെയ്യുക. ഐസ് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കൊടുക്കുക. ഇറങ്ങിപ്പോകാതെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇറങ്ങിപ്പോയാൽ നമ്മുടെ ആ ഐസ് വേസ്റ്റായി പോകും. കാരണം നമുക്ക് പുറകിലായി ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ഊരിയെടുക്കാൻ പാടാണ്, ഭയങ്കര ടൈറ്റാണ്. അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയും നൈഫ് വെച്ച് വല്ലതും കട്ട് ചെയ്യേണ്ടി വരും. അപ്പം ഞാൻ ആദ്യം ഈ മൂക്ക് ആ സെയിം സൈസിലല്ല, അതിൻ്റെ തൊട്ട് മേളിലത്തെ സൈസ് വെച്ച് കൊടുത്തു. പക്ഷേ എനിക്ക് അങ്ങോട്ട് അത് പ്രോപ്പർ ഫിറ്റായിട്ട് തോന്നിയില്ല. അപ്പം ഞാൻ അതിൻ്റെ ചെറിയ സൈസ് വെച്ച് നോക്കി. എനിക്ക് എന്നിട്ടും ഒരു ഇഷ്ടം തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ തയ്ക്കാമെന്ന് തന്നെ ഓർത്താണ് റെഡ് യാൺ വെച്ച് ചെയ്തത്. പക്ഷേങ്കിൽ ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ ഫില്ലിങ് കൊടുത്തു. ഓക്കെ, ഞാനിവിടെ നീഡിലും യാണും എടുത്തിട്ടുണ്ട്. എന്നിട്ട് അകത്തൂടെ അതിൻ്റെ സെൻറ്റർ പോർഷനിൽ തന്നെ തയ്ക്കുവാണ്. ഈ കാണുന്ന പോലെ ഒരു 3-4 തവണ ആ സെയിം ഇതിൽ കൂടി ഇങ്ങനെ തയ്ച്ചെടുക്കുന്നുണ്ട്. ഞാൻ ഒരു ത്രെഡ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. 2 പിണി ഇടുന്നില്ല. ഒത്തിരി ടൈറ്റ് ചെയ്യില്ല, അപ്പോൾ അതങ്ങ് ഭയങ്കരമായിട്ട് മുറുകി പോകും. നമുക്ക് ആ നോസ് പ്രൊജക്റ്റ് ചെയ്ത് കാണുന്ന പോലെ തന്നെ വേണം. അപ്പോൾ അതൊരു 3-4 പ്രാവശ്യം ചെയ്യുക. നിങ്ങൾക്ക് ഇച്ചിരി കൂടെ നീട്ടി വേണമെങ്കിൽ ഒന്നുകൂടെ ഒരു കളം കൂടെ ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ എടുത്ത് സെൻറ്ററായിട്ടെടുത്ത് തയ്ക്കാവുന്നതാണ്. ഇങ്ങനെ ഒരു 3 to 4 ടൈംസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ലെഫ്റ്റിലോട്ട് ഒന്നുകൂടെ കൊടുക്കുക. എന്നിട്ട് ആ ലെഫ്റ്റിൽ നിന്ന് താഴോട്ടെടുക്കുക. അപ്പോൾ ആ ലെഫ്റ്റിലോട്ട് ഒന്ന് വരികയും ചെയ്തു. ആ ലെഫ്റ്റിൽ നിന്ന് താഴെ നമുക്ക് യാൺ കിട്ടുകയും ചെയ്തു. ഇനിയും അത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് നമ്മളൊരു ഹൊറിസോണ്ടൽ വര പോലെയല്ല ഇപ്പം മൂക്ക് കൊടുത്താൽ അതിൻ്റെ അടിയിൽ കൂടെ കൊടുക്കാം, ഇല്ലെങ്കിൽ മേളിൽ കൂടാണ് ഞാനിതിൽ ചെയ്തത്. അങ്ങനെ ഒരു വെർട്ടിക്കൽ ലൈൻ കൊടുക്കുക. നിങ്ങൾ കൈ വെച്ചൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക, അത് സെൻറ്ററിൽ തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട്, ഒരു സൈഡിലോട്ട് പോകാതെ സെൻറ്ററിൽ തന്നെ. അപ്പം ഒന്നുകൂടെ തയ്ക്കുക അതിൻ്റെ മേളിൽ കൂടെ. പിന്നെ ഒന്നുകൂടെ തയ്ച്ചിട്ട് നമ്മൾ അകത്തോട്ടെടുക്കുക. പിന്നെ കുത്തി ഇങ്ങോട്ട് മുന്നോട്ടെടുക്കുന്നില്ല, ഇതുപോലെ ഒന്നുകൂടെ അകത്തൂടെ കയറ്റി അങ്ങ് ഏറ്റവും താഴെ കൂടെ നമ്മൾ ഇറക്കുവാണ്. ഞാനിവിടെ ഫില്ലിങ് കൊടുത്തോണ്ട് ഫില്ലിങ്ങൊക്കെ ചാടിപ്പോരുന്നുണ്ടായിരുന്നു. ഞാനതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇതിൽ കൂടി ഇങ്ങനെ വലിച്ചെടുത്തു. ഇനി നിങ്ങൾക്കതങ്ങ് നേരെ കട്ട് ചെയ്യാം. പിന്നെ ഫില്ലിങ്ങും കൊടുക്കുമ്പോൾ ആ നൂലിൻ്റെ എൻഡ് അങ്ങ് ഭയങ്കര ഷോർട്ടാക്കി കൊടുക്കല്ലോ. ഒരു 4 സെൻറ്റിമീറ്ററൊക്കെ ഇട്ടിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് ആ ഫില്ലിങ്ങിൻ്റെ അകത്തങ്ങ് സെറ്റായിട്ടിരുന്നോളും, ലൂസായി വരത്തില്ല. എന്നിട്ട് ഇതിനെ അകത്ത് നിങ്ങളിഞ്ഞും ഫില്ലിങ് കൊടുക്കുക, പ്രസ് ചെയ്ത് വെക്കുക. ഇത്രയേ ഉള്ളൂ ബണ്ണിയുടെ ഹെഡ് ചെയ്യാൻ. ഹെഡ് പോർഷൻ കംപ്ലീറ്റ് ചെയ്തു. ഇനി നിങ്ങൾ ഫില്ലിങ് കൊടുക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ അതിൻ്റെ ബോഡി പാർട്ട് ചെയ്യുന്നത് കാണിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. സി യാ.